അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു ഉസ്താദിൻ്റെ കല്യാണം, ഇത് ഉസ്താദിൻ്റെ കല്യാണമാണ് എന്ന് പറയാനൊന്നും പറ്റില്ല. കാരണം ഇന്ന് നിക്കാഹിൻ്റെ ആ സദസ്സിലേക്ക് വരുന്ന സമയത്ത് പലരും ഉസ്താദന്മാരുടെ കോലം, അതായത് കമീസ് ധരിച്ച് തലപ്പാവ് ധരിച്ച് വരുന്ന എത്രയോ ആളുകളുണ്ട്. എന്നാൽ ഈ വീഡിയോയിൽ പറയുന്നത് ഒരു ഉസ്താദിൻ്റെ കല്യാണമാണെന്നും ഉസ്താദ് തൻ്റെ ഭാര്യയായി വരുന്ന വധുവിനിങ്ങനെ കയ്യിൽ പിടിച്ചിങ്ങനെ കരക്കുന്ന ഒരു വീഡിയോ, ഇതൊരു ഉസ്താദന്മാർക്ക് യോജിക്കാത്തതാണെന്നും ഇത്തരമുള്ള പ്രവൃത്തി ഉസ്താദന്മാർ ചെയ്യുന്നത് ശരിയല്ല എന്ന് മറ്റൊരു ഉസ്താദ് ഇയാളെ വിമർശിക്കുന്നതായ ഒരു വീഡിയോ. അതിനായി ഒരുപാട് ഹദീസുകളൊക്കെ ഇയാൾ വായിക്കുന്നുണ്ട്. വമയുഅള്ളിം ശആയിറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. തലപ്പാവ് എന്നുള്ളത് അത് ബഹുമാനിക്കേണ്ട ഷിയാറുകൾപ്പെട്ടതാണ്. മയുഅള്ളിം ശആയിറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. ബഹുമാനിക്കുന്നതിന് ബഹുമാനിക്കുക എന്നുള്ളത് അത് എല്ലാവർക്കും സാധ്യമാകുന്ന കാര്യമല്ല. അത് ഹൃദയത്തിൽ തഖ്വ ഉള്ളവർക്ക് മാത്രമാണ്. ഉസ്താദന്മാരെ പറയിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത് എന്ന് ഒരുപാട് വിമർശനമായിട്ട് അതിൽ പറയുന്നുണ്ട്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രത്യേകിച്ച് ഉസ്താദന്മാരുടെ നിക്കാഹിന് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കാണുമ്പോൾ തീർച്ചയായും പ്രതികരിക്കാനുള്ളതാണ്. എന്തെന്ന് പറഞ്ഞാൽ, കാരണം ഉസ്താദന്മാർ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടവരെന്ന്, അവരും തന്നെ ഇത്തരത്തിലുള്ള പ്രവൃത്തിയായാൽ പിന്നെ മറ്റുള്ളവരത് പിന്നെ പറയേണ്ടതില്ലല്ലോ. ഇന്നത്തെ പിന്നെ കല്യാണം പറയേണ്ടതില്ല. ഒരുപാട് അനാചാരങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഉസ്താദന്മാരും ഈ അനാചാരക്ക് നേതൃത്വം എന്നാൽ ഒരു പ്രശ്നമാണ്. അതിന് മറ്റൊരു സുഹൃത്ത് ഒരാൾ അത് ശരിയാണ്, അതിലെന്താ തെറ്റുള്ളത്, അത് ഉസ്താദിനൊരു സന്തോഷമല്ലേ എന്ന രീതിയിലൊക്കെ തീർച്ചയാണ്. എന്നാലും നമ്മുടെ പൊതുവേദിയിലൊക്കെ ആളുകൾ കൂടിയിരിക്കുന്ന സ്ഥലത്തൊക്കെ ഒരുമിച്ച് കൂടി ഇത്തരത്തിലുള്ള ഒരു കാര്യം കാണുമ്പോൾ, പ്രത്യേകിച്ചൊരു ഉസ്താദും ആകുമ്പോൾ തീർച്ചയായും പരിശുദ്ധമായ ദീനൽ വിവാഹത്തിനെ കുറിച്ച് ഏത് രീതിയിലാകണമെന്നും ഒക്കെ അല്ലേ, നമ്മുടെ ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ പണ്ട് സ്വഹാബി വനിതകൾ അല്ലേ, ഒരുപാട് വനിതകളുടെ കഥ പറയേണ്ടതില്ല. അള്ളാഹുവിൻ്റെ റസൂൽ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ഫാത്തിമ ബീവി റസൂലിൻ്റെ ശേഷം അടുത്തതായി മരിക്കുന്നത് ഫാത്തിമ ബീവിയാണ് എന്ന് കേൾക്കുമ്പോൾ ഫാത്തിമ ബീവി സന്തോഷിച്ചു. എന്നിട്ടും കരയാൻ തുടങ്ങി. എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ മരണപ്പെട്ടാൽ മദീനയുടെ മയ്യത്ത് കട്ടിൽ ഓർത്തിട്ടാണ് കരയുന്നത്. മയ്യത്ത് കട്ടിന് എന്താണ് ബുദ്ധിമുട്ടെന്ന് ചോദിച്ചപ്പോൾ, കാരണം അത് ഓപ്പണുള്ള മയ്യത്ത് കട്ടിലായതുകൊണ്ട് എൻ്റെ ശരീരം എങ്ങനെയാണ്, എൻ്റെ ശരീരം ഞാൻ എത്ര ഹൈറ്റാണെന്നും എല്ലാ രീതിയിൽ അറിഞ്ഞു പോകുമല്ലോ, എൻ്റെ ശരീരത്തിൻ്റെ ആകൃതിയൊക്കെ മനസ്സിലാകുമല്ലോ. അത്രത്തോളം അവരുടെ ശരീരത്തെ അവർ പേടിച്ചു. അന്യപുരുഷന്മാർ കാണുക, അതും പുരുഷന്മാരെന്ന് പറഞ്ഞാൽ നല്ല 100% ഈമാനുള്ള സ്വഹാബത്തിൻ്റെ മുമ്പിൽ ഇത്തരത്തിലുള്ള ഒരു ആവലാതിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പ്രകടിപ്പിച്ചത്. എൻ്റെ പ്രിയമുള്ളവരെ, ഇപ്പോൾ ഒരു സന്തോഷത്തിന് വേണ്ടി ഉസ്താദ് അങ്ങനെ ചെയ്തിട്ടുണ്ടാകാം. അതാരെങ്കിൽ കുടുംബത്തിൽപ്പെട്ടവരാരെങ്കിലും അത് വീഡിയോ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഫാമിലി ഗ്രൂപ്പിലേക്ക് അത് അയച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ അത് പുറത്ത് പോയിട്ടുണ്ടാവും. എന്നാൽ അവിടെ ഉസ്താദ് ചെയ്യുന്നത് അത്ര കണ്ട് വിമർശനമായി ഒരു ഉപദേശിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഉപദേശം വേണമെന്നില്ല. കാരണം വളരെ മോശമായ രീതിയിൽ നീ ഒരു ഉസ്താദല്ലേ, നീ അങ്ങനെയല്ലേ പറഞ്ഞൊരു ഉസ്താദിനെ നിന്നെ ഉസ്താദെന്നും പറയാൻ പറ്റൂല, അത് തലപ്പാ ഒരു പ്രവസനതയാണെന്ന് പറഞ്ഞിട്ട് എന്ന രീതിയിലൊക്കെ വിമർശിക്കുന്നുണ്ട്. മനുഷ്യരാണല്ലോ, സന്തോഷിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില അബദ്ധങ്ങളും തെറ്റുകളും സംഭവിച്ചു വന്നേക്കാം. അത് വലിയ പരസ്യപ്പെടുത്തേണ്ടത്, പിന്നെ ഞാൻ ആ വീഡിയോ പരിപൂർണമായി ഇതിൽ ഉൾപ്പെടുത്താനൊന്നും ആഗ്രഹിക്കുന്നില്ല. അങ്ങനെ സന്തോഷിക്കുന്ന സന്തോഷവേളയിൽ ചിലപ്പോൾ ആ സാഹചര്യത്തിൽ അങ്ങനെ വന്നു പോകാം. അത് വലിയ പരസ്യപ്പെടുത്തേണ്ടതൊന്നുമല്ല. പിന്നെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി മാത്രം ഇത്തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകളൊക്കെ ശരിയല്ല. പിന്നെ ഒരു ഉസ്താദന്മാർ ഇത്തരത്തിലുള്ള നിക്കാഹ കല്യാണം നടക്കുമ്പോഴേക്ക് അത് വിമർശിക്കാനും അതിനെക്കുറിച്ച് പലതും പറയാനും ഒരു ആവേശം കൂടുതലാണ്. ഇതിനിപ്പോൾ ഉസ്താദ് ചെയ്തത് തെറ്റില്ല എന്ന് പറയുമ്പോൾ പലരും പറയും, എന്താ തെറ്റില്ലാത്ത, തെറ്റാണല്ലോ, ഇത് ചെയ്യുന്നത് ശരിയല്ലല്ലോ എന്ന്. എന്നാലും പ്രിയപ്പെട്ടവരെ, ആ ഉസ്താദ് ചെയ്ത് ശരിയാണെന്ന് പറയുന്നതല്ല. എന്നാലും നാം ഉസ്താദന്മാരാകുമ്പോൾ പ്രത്യേകിച്ച് നാം ശ്രദ്ധിക്കണം. കാരണം നാം മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടവർ. നമ്മളിന്ന് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്താൽ പിന്നീട് അനാചാരം കൂടിപ്പോകും. അള്ളാഹു നമ്മുടെ ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.